ഇപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ മാസ് അറിയാവുന്ന ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതിനാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വെച്ച് പറയുന്നത്. ഏതെങ്കിലും ഒരു അറിയാവുന്ന ആറ്റത്തിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? മാസ് അറിയാവുന്ന ഏതെങ്കിലും ഒരു ആറ്റം വേണം. അപ്പോൾ മാസ് അറിയാവുന്ന ആറ്റത്തിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെക്കുന്നു. എന്നിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ അറിയാത്തതിൻ്റെ മാസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെക്കുന്നത് കാർബൺ 12, കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ്. കാർബൺ 12 എന്ന് പറഞ്ഞ ഐസോട്ടോപ്പ്, കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പിനെ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാർബൺ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് വെച്ചാൽ കാർബൺ 12 എന്ന് പറയുന്നത് ഇപ്പം ഈക്വലി സ്പേസ്ഡായി ഈക്വലി വെയിറ്റ് ഉള്ള ഒരു ഷെൽഫാണെന്ന് വിചാരിക്കും. ഈക്വൽ വെയിറ്റ് ഉള്ള 12 ഷെൽഫ് വേണം. 12 ആയില്ലേ? 1 2 3 4 5 6 7 8 9 10 11 12 എല്ലാം ഈക്വലി വെയിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ വെയിറ്റ് 12 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കട്ടയുടെ വെയിറ്റ് എത്രയായിരിക്കും? ഒരു കട്ടയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു കട്ടയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 1 ഗ്രാം ആയിരിക്കും. അപ്പോൾ ഈ 1 ഗ്രാം ഈ കാർബൺ 12ൻ്റെ ഈക്വലി സ്പേസ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് 1 ഗ്രാം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് 1 ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെയിറ്റിനത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെക്കുന്നത്. നമ്മളിപ്പോൾ വെയിങ് മെഷീനൊക്കെ ഇല്ലേ? വെയിങ് മെഷീൻ വരുമ്പോൾ എങ്ങനെ വരിക? നമ്മൾ അറിയാവുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ അറിയാവുന്ന വെയിറ്റ് ഇവിടെ വെക്കുന്നു. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതിനേക്കാളും വെയിറ്റ് കൂടുതലാണോ കുറവാണ് ഈക്വൽ ആയിട്ട് വരുമ്പോൾ എങ്ങനെ വരും? അതേ സ്ഥാനത്ത് തന്നെ ഇത് വന്ന് നിൽക്കും. അപ്പം ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ് ഇവിടെയെങ്കിലും ഒരേപോലെ നിൽക്കും. അതാണ് വെയിങ് മെഷീൻ. അതുപോലെ തന്നെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസും കാണുന്നത്. ഇവിടെ ഞാൻ കാർബൺ 12ൻ്റെ ഒരു പീസ് വെച്ചു. അപ്പോൾ ഇത് 1 ഗ്രാം ആണെങ്കിൽ ഇതിനോട് നേരെ ഈക്വൽ ആയിട്ട് വരുന്ന എലിമെൻ്റ് ഏതായിരിക്കും? ഹൈഡ്രജനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഒരേപോലെ നിൽക്കും. ഇനി കുറച്ചും കൂടി താഴെ വന്നു. ഇവിടെ കാർബൺ 12 വെച്ചു, ഇവിടെ ഞാൻ ഹീലിയമാണ് വെച്ചെങ്കിൽ എന്ത് ചെയ്യും? ഈ ഭാഗം കുറച്ച് താഴ്ന്നു നിൽക്കും. കാരണം എന്താ? ഈ ഭാഗം വെയിറ്റ് കൂടുതലാണ്, 4 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? 4 ടൈംസ് കൂടുതലായതുകൊണ്ട് അത്രയും താഴ്ന്നു നിൽക്കും. ഇനി ഇതിനേക്കാളും കൂടുതലുള്ള ബെർലിയമാണ് വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചും കൂടി വെയിറ്റ് താഴ്ന്നു നിൽക്കും. കാരണം കാർബൺ 12നേക്കാളും വെയിറ്റ് കൂടി വരിക. ഇനി കാർബൺ തന്നെ വെച്ചു, ഇതിൻ്റെ കാർബണിൻ്റെ ഒരു പീസാണ് വെച്ചത്, ഇവിടെ കാർബൺ. അപ്പം എന്ത് സംഭവിക്കും? 12 ടൈംസ് കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ചും കൂടി താഴ്ന്നു നിൽക്കും കാർബൺ. അപ്പം ഇങ്ങനെ വെയിങ് മെഷീനെ പോലെ തന്നെ കമ്പയർ ചെയ്തിട്ട് അറിയാവുന്ന ഒരു മാസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എലമെൻറ്റിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് എങ്ങനെ വരും നോക്കാം. കുറച്ച് എലമെൻറ്റ്സ് തന്നു, അതിൻ്റെ അറ്റോമിക് മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഹൈഡ്രജൻ എന്ന് പറയുന്നതിന് 1 ആണ്, ഹീലിയം 4, കാർബൺ 12. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താ? ഹൈഡ്രജൻ്റെ വെയിറ്റ് 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ആറ്റമാണോ ഉണ്ടായിരിക്കുക? അല്ല. ഹൈഡ്രജൻ എന്ന് പറയുന്നതിൻ്റെ വെയിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എപ്പോഴും അവോഗേഡ്രോ നമ്പർ എന്ന് പറഞ്ഞ റെപ്രസെൻ്റ് ചെയ്യും. അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഇപ്പം ഹീലിയത്തിൻ്റെ വെയിറ്റ് 4 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നതാണ് ഈ 4 വെയിറ്റ് എന്ന് പറയുന്നത്. 12 എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തുണ്ടാവും? എല്ലാത്തിലും അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഈ വെയിറ്റ് 12 കിട്ടണമെങ്കിൽ, കാർബണിന് 12 എന്ന് പറഞ്ഞ വെയിറ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നാൽ മാത്രമേ അതിനകത്ത് 12 കിട്ടുള്ളൂ. ഓക്സിജൻ സെയിം കൺസെപ്റ്റ് ആണ് വരുന്നത്. അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേർന്നാലാണ് എന്ത് കിട്ടത്തുള്ളൂ? ഈ 16 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി GAM, ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? GAM എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതെന്താ GAM എന്ന് പറഞ്ഞാൽ ഈ 6.022 × 10⁻23 ആറ്റങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാവുന്നതിനെയാണ് GAM എന്ന് പറയുന്നത്. അപ്പോൾ ഒരു GAM എന്ന് പറയുമ്പോൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പം ഇതെന്ന് പറയുന്നത് 1 മാസ് ഉള്ള ഹൈഡ്രജൻ എന്ന് പറയുന്നത് എത്ര GAM ആ? 1 GAM. അപ്പോൾ അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ 1 GAM ആയിരിക്കും. അപ്പോൾ 1 ഗ്രാം ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 1 GAM പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ 1 GAM പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് എത്ര മോളാന്ന് പറയാം? 1 മോളാന്ന് പറയാം. അപ്പോൾ അവോഗേഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്
23 പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു 1 മോൾ. ഇപ്പം നമ്മൾ 100 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 മീറ്റർ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 1 മോളിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് 1 GAM എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1 മോളിന് ഈക്വൽ ആണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ നമ്പർ ഓഫ് മോൾസ് എത്രയായിരിക്കും? 1 മോൾ, 1 മോൾ, 1 മോൾ, 1 മോൾ, 1 മോൾ. ഇനി അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ബീക്കറിൻ്റെ അകത്ത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? 1 മോളിന് ഈക്വൽ ആണ്. എൻ്റെ കയ്യിൽ അവോഗാഡ്രോ നമ്പർ ഓഫ് പേരൊക്കെ ഉണ്ട്, അവോഗാഡ്രോ നമ്പർ ഓഫ് മാങ്ങ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എന്തിന് ഈക്വൽ ആണ്? 1 മോളിന് ഈക്വൽ ആണ്. അപ്പോൾ അവോഗാഡ്രോ നമ്പറും മോളും കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി മാസ് നമ്പർ വേണമെങ്കിൽ മാറാം, പക്ഷെ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തുണ്ടാവും? അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇനി നമ്പർ ഓഫ് മോൾസ് മാറുന്ന കൺസെപ്റ്റ് എപ്പോഴാണ് വരിക? നമ്പർ ഓഫ് മോൾസ് മാറണമെങ്കിൽ ഇപ്പം കാർബൺ എലമെൻ്റ് എടുത്തു, അറ്റോമിക് നമ്പർ എത്രയാ? അറ്റോമിക് മാസ് എത്രയാ? 12 എടുത്തു. ഞാനിപ്പം 12 ഗ്രാമിനെ എടുത്തു എന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ 12 ഗ്രാമുള്ള കാർബൺ ഉണ്ട്. അപ്പോൾ GAM എങ്ങനെയായിരിക്കും? GAM എങ്ങനെയാണ് കണ്ടുപിടിക്കുക? GAM കണ്ടുപിടിക്കുന്നെങ്കിൽ GAM ഈക്വൽ ടു എത്ര മാസ് ഉണ്ടോ തന്നിരിക്കുന്ന മാസിനെ, ഗിവൺ മാസ്, തന്നിരിക്കുന്ന മാസിനെ അതിൻ്റെ ഒറിജിനൽ അറ്റോമിക് മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. കാർബൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത്, കാർബൺ ആയതുകൊണ്ട് 12. അപ്പം എന്ത് കിട്ടും? 12 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 1. അപ്പോൾ 1 GAM എന്ന് പറഞ്ഞാൽ എത്രയാ? 1 മോൾ. ക്ലിയർ ആയോ? 1 GAM ഈക്വൽ ടു 1 മോൾ. ഇനി ഞാനിപ്പം മാസ് വേറെ എടുത്തു, 24 ഗ്രാം എടുത്തു എന്ന് വിചാരിച്ചു. കാർബൺ തന്നെ 24 ഗ്രാം എടുത്തു. 24 ഗ്രാം എടുക്കുമ്പോൾ GAM എങ്ങനെ കണ്ടുപിടിക്കും? 24 ഗ്രാം ആണ്. ഗിവൺ മാസ് 24, അതിൻ്റെ ഒറിജിനൽ അറ്റോമിക് മാസ് 12. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? 24 ഡിവൈഡഡ് ബൈ 12 ഈക്വൽ ടു 2. അപ്പം എത്ര മോളായി? 2 മോൾ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. 1 GAM ഈസ് ഈക്വൽ ടു 1 മോൾ. അപ്പോൾ 2 GAM എത്രയായിരിക്കും? ഈക്വൽ ടു 2 മോൾ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും കൂടി നോക്കാം. 6 ഗ്രാം എടുത്തു എന്ന് വിചാരിക്കുക. 6 ഗ്രാം എടുക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 6 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും? 0.5. അപ്പോൾ എത്ര മോളാണ്? 0.5 മോൾ. ക്ലിയർ ആയോ? റിലേറ്റീവ് അറ്റോമിക് മാസ് അറ്റംത്തിൻ്റെ ബേസിൽ വരുമ്പോഴെങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. GAM 1 GAM ഈസ് ഈക്വൽ ടു 1 മോൾ. ഇനി എപ്പോഴും ആറ്റം എന്ന് പറഞ്ഞ കേസിൽ മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുക എലമെൻറ്റ്. ഇപ്പം നോബൽ ഗ്യാസസിൻ്റെ കേസിലാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നോബൽ ഗ്യാസസ് ആണ് കൂടുതലായിട്ടും ആറ്റം ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എല്ലാ എലമെൻസും, ഇപ്പം ഓക്സിജൻ്റെ കേസാണെങ്കിൽ O2 ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നൈട്രജൻ ഇതൊക്കെ ഡയാറ്റോമിക് ഫോമിൽ, ട്രയറ്റോമിക് ഫോമിലൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കാരണം മോളിക്യൂൾ ഫോമിലാണ് കൂടുതലും എക്സിസ്റ്റ് ചെയ്ത് കാണുന്നത്. അപ്പം അവരും മോളും തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് നോക്കാം. ഇപ്പം മോളിക്യൂൾസിൻ്റെ കേസിൽ കുറേ മോളിക്യൂൾസ് നമുക്ക് പരിചിതമായ കുറേ മോളിക്യൂൾസ് ഉണ്ട്. അപ്പം ഒന്നാമത്തെ മോളിക്യൂൾ, സിമ്പിൾ മോളിക്യൂൾ എടുത്ത് നോക്കാം. ഹൈഡ്രജൻ എടുത്ത് നോക്കാം. ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ്, ഒരു ഹൈഡ്രജൻ്റെ മാസ് 1. അപ്പോൾ 2 ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ 2, മോളിക്കുലർ മാസ് 2 കിട്ടി. ഇനി ഇപ്പോൾ മാസ് തേക്കാം. ഞാനിപ്പോൾ ഒരു 2 ഗ്രാം എടുത്തെന്ന് വിചാരിക്കും. 2 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ GMM എന്ന് പറഞ്ഞാൽ അടുത്ത കൺസിഡറേഷൻ GMM. ഇവിടെ ഗ്രാം അറ്റോമിക് മാസ് ആണെങ്കിൽ ഇവിടെ ഗ്രാം മോളിക്കുലർ മാസ്, ഗ്രാം മോളിക്കുലർ മാസ്. അപ്പം അതെങ്ങനെ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന മാസിനെ ഗിവൺ മാസ്, മോളിൽ അറ്റോമിക് മാസ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മോളിക്കുലർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക, മോളിക്കുലർ മാസ്. അപ്പം GMM എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എത്ര ഗ്രാമാണ് തന്നിരിക്കുന്നത്? 2 ഗ്രാം ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1. 1 GMM നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 1 GAM ഈക്വൽ ടു 1 മോൾ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് 1 GMM ഗ്രാം മോളിക്കുലർ മാസ് ഈക്വൽ ടു 1 മോൾ ആണ്. അപ്പോൾ ഇതെന്ത് വരും? ഈക്വൽ ടു 1 മോൾ. ഇനി നമ്മൾ ഇതിൻ്റെ വെയിറ്റ് മാറ്റിയെന്ന് വിചാരിക്കുക. 5 എടുത്തു എന്ന് വിചാരിക്കുക. 5 ഗ്രാം എടുത്തു. അപ്പോൾ എങ്ങനെ വരും? 5 ബൈ എത്ര വരും? 2 ഈക്വൽ ടു 2.5. അപ്പോൾ എത്ര മോളാ? 2.5 മോളിന് വന്നു. ഇനി നമുക്ക് വേറൊരു എലമെൻ്റ് എടുക്കാം. ഓക്സിജൻ എടുത്തു എന്ന് വിചാരിക്കുക.
ഓക്സിജൻ O2 2 ഓക്സിജൻ ചേർന്നതാണ് O2 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ്റെത് 16, 2 ഓക്സിജൻ്റെത് = 32. അപ്പോൾ മാസ് ടേക്കൺ ഞാനിപ്പോൾ 32 ഗ്രാം തന്നെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ GMM എങ്ങനെ വരിക? 32 / 32 = 1. അപ്പോൾ നമ്പർ ഓഫ് മോൾസോ 1 എന്ന് കിട്ടി. ഇനി 32 എന്നുള്ളത് ഞാൻ മാറ്റി 16 ഗ്രാം എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും മാസ് ടേക്കൺ? GMM 16 / 32 എത്ര കിട്ടി? 0.5 മോൾ. അപ്പം മോൾ എത്ര കിട്ടി? 0.5. GMM 0.5 എന്ന് വന്നു. ഇനി അടുത്തൊരു എലമെന്റ് എടുക്കാം, H2O. മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? 2 ഹൈഡ്രജൻ ആണുള്ളത്. ഒരു ഹൈഡ്രജൻ്റെത് 1 പ്ലസ് ഒരു ഓക്സിജൻ ആണുള്ളത്. ഓക്സിജന്റെ മാസ് 16 = 18 കിട്ടി. ഞാൻ മാസ് 18 ഗ്രാം എടുത്തു എന്ന് വിചാരിക്കും. GMM എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് 18 ആണ്. മോളിക്കുലർ മാസ് 18 = 1 എന്ന് കിട്ടി. അപ്പൊ എത്ര മോളാ? 1 മോൾ. ഇനി ഇതൊരു ഞാൻ 60 ഗ്രാം എടുത്തു എന്ന് വിചാരിക്കും. വെയിറ്റ് മാറ്റി 60 ഗ്രാം ആക്കി. അപ്പൊ എങ്ങനെ GMM കണ്ടുപിടിക്കും? 60 / 18 എത്ര കിട്ടി? 3.3. അപ്പൊ എത്ര മോളാ? 3.3 മോൾ. ഇനി വേറെ എലമെന്റ് നോക്കാം. NH3 നോക്കി. നൈട്രജന്റെ മാസ് 14 പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ്റെത് 1 = 17. മോളിക്കുലർ മാസ് കാണാൻ അറിയാലോ. NH3 നൈട്രജന്റെ മാസ് 14 ആണ്. ഒരു നൈട്രജൻ ആണുള്ളത്. എത്ര നൈട്രജൻ ഉണ്ട് നോക്കാം? 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ 3 × ഒരു ഹൈഡ്രജൻ്റെത് 1 = 14 + 3 = 17. ഞാനിപ്പോൾ എത്ര വെയിറ്റ് എടുക്കും? ഒരു 51 ഗ്രാം കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 51 / 17 = 3. അപ്പം എത്ര മോള്? 3 മോളാണെന്ന് കിട്ടി. മോള് കണ്ടുപിടിക്കാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കൺസെപ്റ്റാണ് വോളിയത്തിലേക്ക് വരുന്ന കൺസെപ്റ്റ്. നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആക്കി വെച്ചു. അതായത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമ്മൾ നമ്മുടെ സിസ്റ്റം ചെയ്തു വെച്ചു. അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 273 കെൽവിനും പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആക്കി കഴിയുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ ഏതൊരു ഗ്യാസിൻ്റെയും വോളിയം, എനി ഗ്യാസ്, അത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ, സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഉള്ള ഏതൊരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 22.4 ലിറ്ററിനോട് ഈക്വൽ ആണ്. അത് നൈട്രജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, ഏതൊരു ഗ്യാസും സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഏതൊരു ഗ്യാസിന്റെയും വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്ററിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മോളുമായിട്ട് വരുന്ന കൺസെപ്റ്റ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. മോൾ എന്ന് പറഞ്ഞത് എന്തിനോടൊക്കെ ഈക്വൽ ആയിരിക്കും? 1 മോൾ എന്ന് പറയുന്നത് = 1 GAM. 1 GAM എങ്ങനെ ഗ്രാം മോളിക്കുലർ മാസ് കാണാം? തന്നിരിക്കുന്ന മാസിനെ ഗിവൺ മാസ് / അറ്റോമിക് മാസ്. ഇനി 1 മോൾ = 1 GMM ഗ്രാം മോളിക്കുലർ മാസ്. അതെങ്ങനെ കണ്ടിരിക്കുക? ഗിവൺ മാസ് / മോളിക്കുലർ മാസ്. ഇനി 1 മോൾ = വേറെ എന്തിന് ഈക്വൽ ആണ്? അവോഗാഡ്രോ നമ്പറിനോട് ഈക്വൽ ആണ്. Naയുമായിട്ട് ഈക്വൽ ആണ്. ഇനി 1 മോൾ = എൻ്റെ കയ്യിൽ 1 മോൾ സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് 22.414 ലിറ്ററിനോട് ഈക്വൽ ആണ്. അറ്റ്ലീസ്റ്റ് 22.4 എന്നെങ്കിലും ഓർത്തിരിക്കുക. അപ്പം എൻ്റെ കയ്യിൽ 1 മോൾ ഇത്ര സാധനം ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. 1 മോൾ എന്ന് പറഞ്ഞാൽ അത് 22.4 ലിറ്റർ ആയിരിക്കും. അത് 1 GAM ആയിരിക്കും, 1 GMM ആയിരിക്കും. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം. അതിൽ പല ക്ലൂസും ഉണ്ടാവും. അത് വെച്ചിട്ട് വേണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ 1 മോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്? ഹലോ, നമുക്കിനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് STP 67.2 ലിറ്റർ നൈട്രജൻ ഇൻ എ കണ്ടെയ്നർ, ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് മാസ് ഓഫ് നൈട്രജൻ. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെഴുതണം. ആൻസർ
ഈക്വൽ ടു സൈനൊക്കെ ഒരേപോലെ വരുന്ന രീതിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആയിരിക്കും പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സാധനം എന്താ? STP സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാണ്. സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊരു ഗ്യാസിന്റെയും വോളിയം എന്ന് പറയുന്നത് 22.414 ലിറ്ററിനോട് ഈക്വൽ ആണ്. തന്നിരിക്കുന്ന വോളിയം എത്രയാ? ഗിവൺ വോളിയം എഴുതുക. ഗിവൺ വോളിയം തന്നിരിക്കുന്ന വ്യാപ്തം, വോളിയം മീൻസ് വ്യാപ്തം, ഈക്വൽ ടു 67.2 ലിറ്റർ. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തറിയാം? വി നോ ദാറ്റ് 22.414 ലിറ്റർ ഈസ് ഈക്വൽ ടു, നമ്മളോട് എന്താ കണ്ടാൻ പറഞ്ഞത്? നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പൊ നമുക്ക് എന്തറിയാം? സ്റ്റാൻഡേർഡിലുള്ള 22.414 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1 മോളിനോട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പം ഇത്ര ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മോളിനോട് ഈക്വൽ ആയിരിക്കും? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു തന്നിരിക്കുന്ന വോളിയം 67.2 ഡിവൈഡഡ് ബൈ നമുക്കറിയാവുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഉണ്ടാവുന്ന വോളിയം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മോള് കിട്ടി. 3 മോൾ. ഇങ്ങനെയാണ് മോള് കണ്ടുപിടിക്കുക. മനസ്സിലായോ? ഗിവൺ വോളിയം തന്നിട്ടുണ്ട്. ഗിവൺ വോളിയം എഴുതുക. അപ്പൊ നമുക്കറിയാം ഇത്ര 22.414 എന്ന് പറഞ്ഞാൽ 1 മോളിനോട് ഈക്വൽ ആണ്. പിന്നെ സിമ്പിൾ മാത്തമാറ്റിക്സ് വഴി നമുക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? മാസ് ഓഫ് നൈട്രജൻ. നമുക്കറിയാം 1 മോൾ ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 1 മോൾ ഓഫ് നൈട്രജൻ 1 മോൾ ഓഫ് N2. ഒരു നൈട്രജന്റെ എത്രയാ? 14 ആണ്. നൈട്രജൻ മോളിക്യൂൾ ആണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കണം. N എന്ന് മാത്രമാണെങ്കിൽ 14 ആണ്. എന്നാൽ N2 എന്ന് പറയുമ്പോൾ 28, രണ്ടെണ്ണം കൂടി ചേർന്നതാണ്. അപ്പം 3 മോൾ ഓഫ് നൈട്രജന്റെ മാസ് ഈക്വൽ ടു എത്ര വരും? 28 × 3 ഈക്വൽ ടു 84 ഗ്രാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ ആണ് ഇത്, കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മിക്കവാറും ചോദിക്കുന്ന രീതിയിലുള്ള മോള് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തത്, ഇപ്പൊ ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഇപ്പൊ എൻ്റെ കയ്യിൽ ഇപ്പൊ 180 ഗ്രാം വാട്ടർ ഉണ്ട്. അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് 180 ഗ്രാം ഓഫ് വാട്ടർ. അപ്പം നമ്പർ ഓഫ് മോൾസ് ഗ്രാമിൽ തന്നാൽ എങ്ങനെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു, ഗ്രാമിലാണെങ്കിൽ തന്നിരിക്കുന്ന മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ മോളിക്കുലർ മാസ്. ഗിവൺ മാസ് എത്രയാ? 180 ആണ് തന്നിരിക്കുന്നത്. വാട്ടറിന്റെ മോളിക്കുലർ മാസ് നമ്മൾ കണ്ടുപിടിച്ചതാണ്. വാട്ടർ H2O. ഒരു ഹൈഡ്രജൻ്റെത് 1, 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2, പ്ലസ് ഓക്സിജന്റെ മാസ് 16. അപ്പൊ 2 + 16 ഈക്വൽ ടു 18. അപ്പം എത്ര കിട്ടി? നമ്പർ ഓഫ് മോൾസ് 10 എന്ന് കിട്ടി. അപ്പൊ ഗ്രാമിലാണ് തന്നിട്ടുണ്ടെങ്കിൽ തന്നിരിക്കുന്ന മാസിനെ അതിന്റെ മോളിക്കുലർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 17 ഗ്രാം, അതും ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് നൈട്രജൻ എടുക്കാം. 70 ഗ്രാം നൈട്രജൻ, വാട്ടർ തന്നെ വേണ്ട, നൈട്രജൻ എടുത്തു. അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഗിവൺ മാസ് 17. ഒരു നൈട്രജൻ മോളിക്യൂൾ ആണ് നോക്കണം. 2 നൈട്രജൻ ഉണ്ട്. സോ 28 ഈക്വൽ ടു എത്ര വരും? 0.607 വരും. ഇത്രയും മോളാണ്. മോൾ 10 മോൾ. ഇത്രയും മോള് എങ്ങനെ ചെയ്തു? ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഗിവൺ മാസിനെ മോളിക്കുലർ മാസ് വെച്ച് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പം ഒരു ലിറ്ററിൽ ചെയ്യാം. 67.2 ലിറ്റർ നൈട്രജൻ. 67 ലിറ്ററിൽ തന്നു, അതിന്റെ നമ്പർ ഓഫ് മോൾസ് കാണും. ലിറ്ററിൽ തന്ന ഗിവൺ വോളിയം, നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. ഗിവൺ വോളിയം എത്ര? 67.2 ആണ് വോളിയം. 22.4 എത്ര കിട്ടി? 0.5 എന്ന് കിട്ടി. ഇത്രയും മോൾ. വീണ്ടും നമ്മൾ ലിറ്ററിൽ തന്നെ ചെയ്തു. 11.2 ലിറ്റർ അമോണിയ എടുത്തു.
ലിറ്ററിലാണ് തന്നത്. ലിറ്ററിൽ തന്ന ഗിവൺ വോളിയം 11.2 ഡിവൈഡഡ് ബൈ 22.4. ഗ്രാമിലാണെങ്കിലേ മോളിക്കുലർ മാസ് ആവശ്യമുള്ളൂ, ലിറ്ററിലാണെങ്കിൽ 22.4 വെച്ചിട്ടാണ്. എത്ര കിട്ടും? 0.5 മോൾ. ക്ലിയർ ആയോ? ഇനി വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് ഇപ്പം 3Na ഓഫ് H2O. ഇത് എത്ര മോളാണെന്ന് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഇത് സോഡിയം എന്നൊന്നും വായിക്കരുത്. 3Na 3 അവോഗാഡ്രോ നമ്പർ. Na നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? 3 × 6.022 × 10⁻23 × H2O. ഇത് എത്ര മോളാണെന്നാ ചോദിക്കുക. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാം? 3 × 6.022 × 10⁻23 ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആൻസർ 3 മോൾ. അപ്പോൾ മോള് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഗ്രാമിലാണെങ്കിൽ ഗിവൺ മാസിനെ മോളിക്കുലർ മാസ്, ലിറ്ററിലാണെങ്കിൽ ഗിവൺ വോളിയത്തിനെ 22.4 ലിറ്റർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. ഇനി അടുത്തത് വേറൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം ഇവിടെ കുറച്ച് എലമെന്റ് മാസ് തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസാണോ അറ്റോമിക് മാസാണോ, അത് നമ്മളെ എലമെന്റ് ആണോ കോമ്പൗണ്ട് ആണോ എന്ന് വെച്ചിട്ടാണ് നോക്കേണ്ടത്. എലമെന്റ് ആണെങ്കിൽ അറ്റോമിക് മാസ് ആയിരിക്കും, കോമ്പൗണ്ട് ആണെങ്കിൽ മോളിക്കുലർ മാസ് ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഗ്രാം അറ്റോമിക് മാസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, ബാക്കി ഭാഗം കണ്ടുപിടിക്കണം. അപ്പം നോക്ക്, ഇവിടെ എന്താ തന്നിരിക്കുന്നത്? വാട്ടർ ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 GAM ഈസ് ഈക്വൽ ടു 1 മോൾ, 1 GMM ഈക്വൽ ടു 1 മോൾ. ഇവിടെ കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ GMM ആണ്. 1 GMM ഈസ് ഈക്വൽ ടു 1 മോൾ ആണ്. അപ്പം 5 മോൾ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 5 GMM ഈക്വൽ ആണ്. അപ്പം എന്ത് കിട്ടി? 5. H2 ആണ് മോളിക്കുലർ മാസ് ആണ് വരിക. H2ന്റെ മോളിക്കുലർ മാസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? 2 × 1. ഒരു ഹൈഡ്രജൻ്റെത് 1, 2 ഹൈഡ്രജൻ ഉണ്ട്. ഓക്സിജന്റെ 16 ഈക്വൽ ടു 18. ഇനി മാസ് ടേക്കൺ അറിയത്തില്ല, അപ്പം എക്സ് എന്ന് കൊടുക്കുക. അറിയാത്തതിന് എക്സ് എന്ന് കൊടുക്കുക. എന്നിട്ട് മാസ് ടേക്കൺ എക്സ് എന്ന് കൊടുത്തു. അപ്പം എന്ത് ചെയ്യുക? എത്ര മോളിക്കുലർ മാസ് എത്രയാ? 18. എത്ര കിട്ടി? GMM കിട്ടണ്ടെങ്കിൽ 5 GMM കിട്ടി. അപ്പം എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? 18 × 5 എന്ന് എടുത്തു. എത്ര കിട്ടി? 90. അപ്പം അറിയാത്തത് എക്സ് എന്ന് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഇനി NH3 നോക്കുക. 3 GMM ഉണ്ട്. അപ്പം നമ്പർ ഓഫ് മോൾസ് 3 എന്ന് എടുക്കാം. കാരണം 1 GMM ഈസ് ഈക്വൽ ടു 1 മോൾ. സോ 3 GMM ഈസ് ഈക്വൽ ടു 3 മോൾ. മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, മാസ് ടേക്കൺ അറിയില്ല. സോ അറിയാത്തത് എക്സ് എന്ന് എടുത്തു. മോളിക്കുലർ മാസ് 17 ഈക്വൽ ടു 3. അപ്പം എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? 17 × 3 ഈക്വൽ ടു 51. ഇനി കാർബൺ 24 ഗ്രാം തന്നിട്ടുണ്ട്. കാർബണിന്റെ ആറ്റോമിക് മാസ് എത്രയാ? 12. അപ്പം GMM എത്രയായിരിക്കും? GMM എങ്ങനെ കണ്ടുപിടിക്കുക? ഗ്രാമിൽ തന്നു കഴിഞ്ഞാൽ 24. തന്നിരിക്കുന്ന മാസിനെ മോളിക്കുലർ മാസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര കിട്ടി? 2. 2 GAM ആണെങ്കിൽ ഈക്വൽ ടു 2 മോൾ. ഇനി ഓക്സിജന്റെ മാസ് ടേക്കൺ അറിയില്ല. GAM ആണ് തന്നിരിക്കുന്നത്. 10 GAM ഈസ് ഈക്വൽ ടു 10 മോൾ. ഈ കാര്യം ഓർത്ത് വെക്കണം. 10 മോളിക്കുലർ മാസ് ഓക്സിജൻ്റെത് 16. എക്സ് അറിയില്ല, നമുക്ക് മാസ് ടേക്കൺ അറിയില്ല. ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ഈക്വൽ ടു 10. X ഈക്വൽ ടു 16 × 10 ഈക്വൽ ടു 160. മനസ്സിലായോ? ഇനി CH4 മാസ് ടേക്കൺ അറിയില്ല. നമ്പർ ഓഫ് മോൾസ് 2 ഉണ്ട്. അപ്പം GMM 2 ആയിരിക്കും. മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? CH4 കാർബണിൻ്റെത് 12 പ്ലസ് 4 ഓക്സിജൻ × 1. 12 പ്ലസ് 4 ഈക്വൽ ടു 16. 16 എന്ന് കിട്ടി. എക്സ് അറിയില്ല, മാസ് ടേക്കൺ അറിയില്ല. ഡിവൈഡ് ബൈ 16 ഈക്വൽ ടു 2. അപ്പം എക്സ് ഈക്വൽ ടു 16 × 2 ഈക്വൽ ടു 32 കിട്ടി. നൈട്രജൻ N2 ആണ്. മോളിക്കുലർ മാസ് 28.
mm. എങ്ങനെ കണ്ടുപിടിക്കും? ഗിവൺ മാസ് 14 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് 28 ഈക്വൽ ടു 0.5. ഈ നമ്പർ ഓഫ് മോൾസ് അപ്പം 0.5 ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മാസ് ടേക്കൻ തന്നു കഴിഞ്ഞാൽ GAM മോളിക്കുലർ മാസ് നമ്മൾ കുറച്ചെണ്ണത്തിൻ്റെ പഠിച്ചിരിക്കുക. ഇത്രയുമാണ് ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റും കടന്നു പരിചയപ്പെട്ടു. എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.